പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാനൊരു ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് അല്ലേ? മനസ്സിലായോ ഇതെല്ലാവർക്കും? ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇളമ്പക്കയാണ്. അപ്പോൾ ഇളമ്പക്ക നമ്മൾ ഫ്രഷായിട്ട് വാങ്ങുന്ന, സാധാരണ നമ്മൾ ഫ്രഷായിട്ടാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇതൊരു വെറൈറ്റി. നമുക്ക് ഇളമ്പക്കേൻ്റെ ഓടൊക്കെ കളഞ്ഞ് നല്ല അതിൻ്റെ ആ ഒരു മീറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഏകദേശം ഒരു അര കിലോ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പക്ഷേ ഇതുപോലെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് അധികം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫ്രഷ് സാധനമാണ്. അപ്പം ഞാനത് കഴുകി നല്ലോണം ക്ലീൻ ചെയ്ത്, അപ്പം ഇന്നത്തെ റെസിപ്പി ഇളമ്പക്ക വെച്ചൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ആ ഇളമ്പക്കേൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് പറയുമ്പം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ആ ഇളമ്പക്കേൻ്റെ മീറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു എന്താ പറയണ്ട കറുപ്പൊരു സംഭവം ഉണ്ട്. അത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ കുറേ ടൈം എടുത്തിനി. പക്ഷെ ഞാനത് ഫുൾ കളയാറുണ്ട് കേട്ടോ. ഇളമ്പക്ക ആയാലും നമ്മുടെ കല്ലുമ്മക്കായി ആയാലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് കളറുള്ളൊരു ചളി പോലത്തെ സാധനം അത് ഞാൻ ഫുൾ കളഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ ഇരുന്നിട്ടാണ് ഇതത്രയും ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പം കുട്ടികൾക്കും കൂടി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുമ്പോൾ അതുപോലെയൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും അല്ല നമുക്ക് ഇളമ്പക്ക ഫ്രൈ ചെയ്തിട്ട് തരുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ലോണം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് വയറ്റിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് നല്ലോണം മുളകും മഞ്ഞളും ഉപ്പും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ഇളമ്പക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ മുളകും മഞ്ഞളും എല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അടുപ്പത്ത് നമ്മുടെ പുതിയ പാൻ, അതായത് ഞാനിതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം സൂപ്പറാട്ടോ. അപ്പോൾ ആ പാനിൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഇളമ്പക്ക മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് പെരക്കി വെച്ച ഇളമ്പക്ക നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം വറുത്തെടുക്കണ്ട കേട്ടോ. ഇളമ്പക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഒന്ന് നല്ലോണം മൊരിയണ്ട, എന്നാലും ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അകത്തിട്ട് നല്ലോണം മൊരിയിച്ചെടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/4 ഭാഗം കുക്കായി. നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പം തന്നെ ഏകദേശം അത് പകുതിയിലധികം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഇളമ്പക്ക ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ വേഗം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, നമ്മുടെ തക്കാളി ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇളമ്പക്ക ഫ്രൈ നമുക്ക് കുറേ ടൈം എടുത്തുണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ഇളമ്പക്ക ഫ്രൈ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളമ്പക്ക ക്ലീൻ ചെയ്യേണ്ട ടൈം ഒഴിച്ച് നമുക്കൊരു 5 മുതൽ ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഇളമ്പക്ക ഫ്രൈ. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നമ്മുടെ തക്കാളിയും കൂടി ഞാൻ ഇട്ടു. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, ഞാൻ ഇളമ്പക്ക വറവിന് കൂടുതലും ഇളമ്പക്ക ഫ്രൈക്ക് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മുടെ മുളക് പൊടി ഞാൻ നല്ലോണം കുറച്ചു ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു തക്കാളി നല്ലോണം മിക്സീൻ്റെ ജാറിൻ്റെ അകത്തിട്ട് അടിച്ച് അതൊന്ന് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളിയുടെ പച്ച മണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ വറുത്ത് വെച്ച ഇളമ്പക്ക അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടാക്കാം. വേറെ ഒരു പ്രത്യേക സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു
ഐറ്റം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഞാനില്ലേ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ട് വന്നു. പക്ഷെ നമ്മുടെ ആ ഇളമ്പക്ക ഫ്രൈ ചെയ്തതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുമ്പം നമ്മുടെ ആ ഒരു മിക്സും കാര്യങ്ങളെല്ലാം ഒന്ന് ഇളമ്പക്കയിലേക്കും കൂടി ഇറങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം അടച്ച് വെച്ച് ഞാൻ 5 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി ഡ്രൈ ആക്കാം കേട്ടോ. ഞാൻ അധികം ഡ്രൈ ആക്കുന്നില്ല, ഒരു ചെറിയൊരു പശിമയോടെ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടി ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ അവസാനം നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂകിക്കൊടുത്താൽ നമ്മുടെ ഇളമ്പക്ക ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഇളമ്പക്ക കിട്ടുന്ന എല്ലാവരും. അപ്പോൾ ഇളമ്പക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാൻ കിട്ടും, ഫ്രഷ് ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ ഇതുപോലെ പാക്കറ്റ് ആയിട്ടും കിട്ടും. ശരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രഷ് ഇളമ്പക്ക ആട്ടോ. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി എടുക്കാൻ പറ്റുന്നതായാൽ അത്രയും ടേസ്റ്റാണ്. പക്ഷേ ഇതിന് ടേസ്റ്റ് മാറ്റമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി സംഭവം ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് അത്ര പണിയില്ല, കാരണം അതിൻ്റെ ഓടെല്ലാം കളഞ്ഞിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ഉള്ളിലേത്ത ആ ഒരു കാര്യം മാത്രം ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടൈമിങ് മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു ഫ്ലേവറും ചേർക്കാണ്ട് നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്ത ഇളമ്പക്ക ഫ്രൈ നല്ല അടിപൊളി ഐറ്റം. അപ്പോൾ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ചപ്പാത്തി, ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇളമ്പക്ക. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.